തിരുവനന്തപുരത്ത് നടൻ മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച് 2 പേർക്ക് പരിക്ക്. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്താണ് ഈ അപകടമുണ്ടായത്. വാഹനം ഓടിച്ചത് താൻ തന്നെയാണെന്ന് മണിയൻപിള്ള രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. രോഗാവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ ഭയന്നുപോയി. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും മണിയൻപിള്ള രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇറങ്ങുന്നത് പതുക്കെ അപ്പൊ റോഡില് ഒരു 2 വണ്ടി പോകുന്നു 9:15. എന്നിട്ട് ഞാൻ പതുക്കെ ക്രോസ് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വഴുതക്കാട് ഭാഗത്ത് നിന്ന് വണ്ടി ആവണം. വണ്ടി ഒന്നും ഒരു ഒറ്റ ഇടി ബമ്പറിൽ എന്നെ നേരെ ഹിറ്റല്ല, സൈഡിൽ ബമ്പറിൽ ഇടിച്ച് ബമ്പർ അങ്ങ് തെറിച്ചു പോയി. ഒരു റോഡിൽ വീണു. അപ്പൊ ഒരാൾക്ക് എന്തോ കാലിന്റെ ഒടിവുണ്ട്, വേറെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് സുഖമല്ല, ക്യാൻസർ ചെയ്യാൻ. പിന്നെ ഇപ്പൊ ചിക്കൻ ഗുനിയാണ്. എനിക്ക് അപ്പം വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി. അതാണ് നിർത്താത്തത്. അപ്പൊ രാവിലെ പോലീസ് വരും. അപ്പൊ അതിന്റെ കാര്യം നടക്കട്ടെ. വാഹനാപകടത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഹാൻസ് തന്നെ ഈ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ പറഞ്ഞു തരും. ഹാൻസ്, ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് ഹാൻസ്? സേതു, ഇന്നലെ രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരം വഴുതക്കാടിലെ ഈ ട്രിവാൻഡ്രം ക്ലബിന്റെ ഭാഗത്ത് വെച്ച് ഈ അപകടം ഉണ്ടാവുന്നത്. ഈ മണിയൻപിള്ള രാജു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് വന്ന ഒരു ഇരുചക്ര വാഹനം, ഒരു റോയൽ എൻഫീൽഡ് ബൈക്കാണ്. ഇത് നേരെ മണിയൻപിള്ള രാജുവിന്റെ ബൈക്കിലേക്ക് ഇടിച്ചു എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത്. പക്ഷെ അതേസമയം FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയല്ല. ഈ പരാതിക്കാരായിട്ടുള്ള 2 ചെറുപ്പക്കാരാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് FIR ഇട്ടിരിക്കുന്നത്. FIRൽ പറയുന്നതനുസരിച്ച് മണിയൻപിള്ള രാജുവിന്റെ വാഹനം ഇരുചക്ര വാഹനത്തിലേക്ക് ഇടിച്ചു കയറി. പിന്നാലെ ഇവർക്ക് പരിക്കേറ്റു. പക്ഷെ പ്രാഥമിക ചികിത്സ നൽകാതെയും അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാതെയും വാഹനം നിർത്താതെ പോയി എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്റെ വാഹനത്തിലേക്ക്, കാറിലേക്ക് വന്ന് ഇടിച്ചു എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത്. അതേസമയം അവിടെ വെച്ച് ഈ ആക്സിഡന്റ് നടന്നതിന് ശേഷം താൻ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. രോഗാവസ്ഥയിലായിരുന്നു. ഈ അടുത്ത് ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനാണ് തനിക്ക് തോന്നിയത്. നേരെ വീട്ടിലേക്ക് പോയി എന്നുള്ള പ്രതികരണമാണ് മണിയൻപിള്ള രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നാലെ അവിടെ ഓടിക്കൂടിയവർ, ഈ പരിക്കേറ്റ 2 ചെറുപ്പക്കാർ നിവേദ്, കൃഷ്ണ, സൂരജ്, ഇവർ 2 പേർക്കുമാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം സ്വദേശികളാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും നിലവിൽ ഇവർ 2 പേരും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കാര്യമായ ഗുരുതരമായ പരിക്ക് ഇരുവർക്കും പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാളുടെ ഇടത്തെ കൈക്കും മറ്റൊരാളുടെ നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.